ശിഷ്യന്മാരെ വളർത്തുന്നത് ഗുരുവിന് ആത്മാഭിമാനമെന്ന് പ്രസ്താവിച്ച് പാലാ രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. സാധാരണ വ്യക്തികളായിരുന്ന 12 ശിഷ്യന്മാരെയും അസാധാരണമായ രീതിയിൽ കർത്താവായ യേശുക്രിസ്തു ഉപയോഗിക്കുകയും വളർത്തുകയും ചെയ്തതിനാൽ അവർ ഈ ലോകത്തിന്റെ അതിരുകൾ വരെ ചെന്ന് ദൈവവചനം പ്രഘോഷിക്കാൻ പ്രാപ്തരായി മാറിയെന്നും വ്യക്തമാക്കി. പാലാ രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ്. ശിഷ്യന്മാരെ വളർത്തുകയും വളരാൻ അനുവദിക്കുകയും ചെയ്യുമ്പോഴാണ് ഗുരുവിന് ആത്മാഭിമാനവും സന്തോഷവും സംജാതമാകുന്നതെന്നും പാലാ രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. നമ്മുടെ കർത്താവായ യേശു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അനുഗമിച്ചിരുന്ന 12 പേരെയും ശിഷ്യന്മാർ എന്നാണ് വിളിച്ചിരുന്നത്. ഈ 12 ശിഷ്യന്മാരും യേശുവിനെ അനുഗമിച്ച് അവനിൽ നിന്ന് പഠിച്ച് അവനാൽ പരിശീലിപ്പിക്കപ്പെട്ടവരായിരുന്നു. സാധാരണ വ്യക്തികളായിരുന്ന ഈ 12 ശിഷ്യന്മാരെയും അസാധാരണമായ രീതിയിൽ കർത്താവായ യേശുക്രിസ്തു ഉപയോഗിക്കുകയും വളർത്തുകയും ചെയ്തതിനാൽ അവർ ഈ ലോകത്തിന്റെ അതിരുകൾ വരെ ചെന്ന് ദൈവവചനം പ്രഘോഷിക്കാൻ പ്രാപ്തരായി മാറിയെന്നും വ്യക്തമാക്കി. പാലാ രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ കീഴിലുള്ള വിവിധ വിദ്യാലയങ്ങളിൽ സേവനമനുഷ്ഠിച്ച ശേഷം ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപക അനധ്യാപകർക്ക് അക്കാദമിക് കൗൺസിൽ, ടീച്ചേഴ്സ് ഗിൽഡ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ്. പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ വികാരി ജനറൽ മോൺസിനോർ സെബാസ്റ്റ്യൻ വേത്താനത്ത് അധ്യക്ഷത വഹിച്ചു. കോർപ്പറേറ്റ് ഏജൻസി സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലായിൽ, അക്കാദമിക് കൗൺസിൽ സെക്രട്ടറി ഫാദർ ജോർജ് പറമ്പിൽ തടത്തിൽ, ടീച്ചേഴ്സ് ഗിൽഡ് ഡയറക്ടർ ഫാദർ ജോർജ് വരകുകാലായിൽ, പ്രസിഡന്റ് ജോബി കുളത്തറ, സെക്രട്ടറി ഷിനു അനത്താരയ്ക്കൽ, ഫാദർ സോമി മാത്യു, സാബു മാത്യു, ജോജി എബ്രഹാം, ജയമോൾ മാത്യു, ഷിബു തെക്കേമറ്റം, റിൻഡ അഗസ്റ്റി, ഷീബ അഗസ്റ്റിൻ, സിബി തോട്ടര, മാനുവൽ ജെയിംസ് മാന്തറ, വിൻസെന്റ് അരീക്കാട്ട്, സജി തോമസ്, ബോബി ജോൺ, റോബിൻ പോൾ എന്നിവരും പ്രസംഗിച്ചു. ഷിക്കന ന്യൂസ്, കോട്ടയം.